പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളെ വരച്ച് കാട്ടുന്നത് ആദ്യം അബ്രഹാത്തിൻ്റെ കാലത്താണ്. അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മക്കളെ പോലെയും നിന്റെ സന്തതികളെ ഞാൻ പെരുപ്പിക്കുമെന്ന്. പലകുറി അബ്രഹാത്തോട് പറഞ്ഞു, നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അബ്രഹാം ചോദിച്ചില്ല എന്തേ തരാത്തെന്ന്. ഇവിടെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം തിരിച്ചു ചോദിച്ചു, എന്ത് തന്നിട്ട് എന്താ കാര്യം? എന്തെല്ലാം സമ്പത്ത്? 15-ാം അധ്യായത്തിൽ പറയാണ്, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിനക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഞാൻ തരാൻ പോകുന്നു. ആ വചനം വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. തിരിച്ച് അബ്രഹാം ചോദിക്കുകയാണ്, എന്ത് തന്നിട്ട് എന്താ കാര്യം? എൻ്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കൊരു കുഞ്ഞിനെ നീ തന്നില്ല. എൻ്റെ വീടിൻ്റെ അവകാശി ദമാസ്കസുകാരൻ എലയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. ദൈവം പറഞ്ഞു, അല്ല, നിന്റെ വീടിൻ്റെ അവകാശി എലയാസർ അല്ല, നിന്റെ രക്തത്തിൽ പറന്ന നിന്റെ കുഞ്ഞു തന്നെയായിരിക്കും. അവിടെ അബ്രഹാം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം നീ പറഞ്ഞ ആ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാൻ? ദൈവം പറയുകയാണ്, നീ എനിക്ക് ബലിയർപ്പിക്കുക. 15-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ കാണാം, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട്, കൂടാതെ ഇളം പ്രാവിനെയും ചങ്ങാലികളെയും എനിക്കായിട്ട് ബലിയർപ്പിക്കുക. അബ്രഹാം ബലിവസ്തുക്കളെ മുറിച്ചു, പക്ഷേ പക്ഷികളെ അവൻ പിളർന്നില്ല. തിരുവചനം പറയുകയാണ്, 11-ാം വാക്യം പറയുകയാണ്, പിണത്തിന്മേൽ കഴുകന്മാർ പറന്നിറങ്ങി അവൻ അവയെ ആട്ടി ഓടിച്ചു. ഓർക്കണം, ഈ 3 വയസ്സ് വീതം പ്രായമുള്ള പശുക്കിടാവിനെയും പെണ്ണാടിനെയും മുട്ടാടിനെയും 2ആയി പിളർന്ന് നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ അവൻ പിണർന്നില്ല. പിണത്തിന്മേൽ പറന്നിറങ്ങിയ കഴുകന്മാരെ അവൻ ആട്ടി ഓടിച്ചു. അന്ന് അബ്രഹാം പിതാവ് അർപ്പിച്ച ബലിവസ്തുക്കളിൽ പറന്നിറങ്ങിയ കഴുകന്മാരെ ആട്ടി ഓടിച്ചുവെങ്കിൽ ഇന്ന് ഈ ബലിവസ്തു നീ തന്നെയാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവമായ ബലിയായിട്ട് അർപ്പിക്കണം. നീയാകുന്ന ബലിവസ്തു. അന്ന് അബ്രഹാം പിതാവ് അർപ്പിച്ച ബലിവസ്തുക്കളുടെ മേൽ പറന്നിറങ്ങിയ പൈശാചികതയാകുന്ന ആ പക്ഷികളെ, ആ ബലിമൃഗ പറന്നിറങ്ങിയ പക്ഷികളെ അവൻ ആട്ടി ഓടിച്ചു. അവൻ ആട്ടി ഓടിച്ചു എന്ന് മാത്രമല്ല, കാരണം എന്താണ്? നമ്മൾ അർപ്പിക്കുന്ന ബലിവസ്തുക്കൾ നിർമ്മലമായിരിക്കണം, വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. അവിടെ മുതൽ, ആ ബലി അർപ്പിച്ച നിമിഷം മുതൽ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തേടി വരികയാണ്. വീണ്ടും 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയാണ്, അബ്രാമേ, നീ എൻ്റെ മുമ്പിലൂടെ നടന്നേ, കുറ്റമറ്റവനായിരുന്നേ, ഞാൻ നിന്നെ വലിയവനാക്കാം. ദൈവം എന്നോടും നിന്നോടും പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, നിന്റെ നടപ്പൊന്ന് ഞാൻ കാണട്ടെ, വിശുദ്ധിയിലും വിശ്വസ്തതയുമായിരിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എൻ്റെ മുമ്പിലൂടെ നടന്നേ, കുറ്റമറ്റവനായിരുന്നേ, ഞാൻ നിന്നെ വലിയവനാക്കാം. ഓരോ മക്കൾക്കും, ഈ വചന വിരുന്ന് ശ്രവിക്കുന്ന ഓരോ മക്കളോടും പറയാണ്, നിനക്ക് എന്ത് ലഭിക്കണമെന്നുണ്ടെങ്കിലും നിന്റെ മനസ്സും മനസ്സാക്ഷിയും വെടിപ്പാക്കണം. കൂടെയുള്ള അനുതാപവും കുമ്പസാരവും ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരും. അവിടെ പകയോ വിദ്വേഷവും ഉണ്ടെങ്കിൽ മർക്കോസ് 11:24 പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. എന്നാൽ അതിൻ്റെ 12-ാം വാക്യം പറയാണ്, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ക്ഷമിക്കാതെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല. എവിടെയൊക്കെയോ ക്ഷമിക്കാൻ പറ്റാത്ത ആരോടൊക്കെയോളോ പക നിന്റെ മനസ്സിൽ കിടക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളായി തീരുകയാണ്. യെശയ്യാ പ്രവാചകൻ 29-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ സ്തുതിക്കുന്നു, വാക്കുകൾ കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്, ഇവർ മാനുഷികമായ നിയമങ്ങൾ മനഃപ്പാഠമാക്കിയവ അധരത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശ്വസ്തനായിരുന്നു കൊണ്ട്, വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ഏറെ നൽകുന്ന ഒരു ദൈവം മാത്രമല്ല, അവൻ എന്നെ
പരിപാലിക്കുമെന്നും അവൻ എന്നെ വഴി നടത്തുമെന്നും. 139 സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, കർത്താവ് എനിക്ക് മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ ശിരസിലുണ്ട്, ഈ അറിവ് എന്നെ അത്ഭുതപ്പെടുന്നു. അതേ മക്കളെ, അവിടുത്തെ കരം നിന്റെ ശിരസിലുണ്ട്. അവൻ നിന്നോടുകൂടി ജീവിക്കുന്നു. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിന്നിലേക്ക് കടന്നു വരുന്ന മിശിഹ, ആ സർവശക്തനും പരിപാലകനുമായ മിശിഹ, 1 യോഹന്നാൻ 4:4 പറഞ്ഞു, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. അവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും. അവൻ പറഞ്ഞതുപോലെ, അവൻ ജീവിച്ച പോലെ ജീവിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമ്മൾ തീരണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മളോ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ആ അനുഗ്രഹത്തിന് നമ്മളെ വിളിച്ചപ്പോ സങ്കീർത്തകൻ പറയുന്നു, 4-ാം സങ്കീർത്തനം അതിന്റെ 3-ാം തിരുവചനം പറയുന്നു, കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. ആ നീതിമാന്മാരെ കടാക്ഷിക്കുമ്പോൾ നീതിയോടെ ആണെങ്കിൽ ആ ദൈവം നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല മക്കളെ. ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ കരങ്ങളിൽ വന്നു ചേരാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എവിടേക്ക് പതറിയിട്ടുണ്ട്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോ ഇവിടെ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തില് അവിടെ ഒരു കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാനാൻകാരി വന്നിട്ട്, ആ കാനാൻകാരി കർത്താവിന്റെ അരികിൽ എത്തുകയാണ്. ഈ കാനാൻകാരിയുടെ പ്രത്യേകത എന്താണ്? അവര് മറ്റ് ക്രിസ്ത്യാനിയല്ല, മറ്റ് വിജാതീയരാണ്, മറ്റ് അന്യ ദൈവങ്ങളെ പൂജിക്കുന്നവളാണ്, ഇടിമിന്നലുകളെ, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവളാണ്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. റോമാ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കേട്ടറിവിന്റെ വെളിച്ചത്തിൽ അവള് യേശുവിന്റെ അരികിലേക്ക് എത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ തിരുവചനം ഇങ്ങനെ പറയുന്നു. തിരുവചനം പറയുകയാണ്, ആ കാനാൻകാരി അവന്റെ ഭവനത്തിലെത്തി. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾ ഇത്രയും കാര്യം വന്ന് കർത്താവിന്റെ അടുക്കൽ പറഞ്ഞിട്ട് അടുത്ത വചനം കാണുകയാണ്, അവൻ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൾ വീണ്ടും പറയുകയാണ്. വീണ്ടും പറഞ്ഞപ്പോ ശിഷ്യന്മാർ പറയുകയാണ്, അവളെ പറഞ്ഞു വിടാം, അവൾ വന്ന് അങ്ങേ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ കർത്താവ് രണ്ടാമത് പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ അരികിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതായത് എൻ്റെ സ്വന്തം ജനം, എന്നെ അറിഞ്ഞ് എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ജനത്തിന്റെ അരികിലേക്ക്. അതായത് ആ പെണ്ണിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കൊടുത്തില്ല. ഇത്രയും അകലെന്ന് അവളെ യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രത്യാശയോടെ ആ പാവപ്പെട്ട പെണ്ണ് കർത്താവിന്റെ അരികിൽ വന്നിട്ട് കർത്താവ് അവളെ മൈൻഡ് ചെയ്തില്ല അത്രേ. രണ്ടാമത് പറയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾ, അതായത് എൻ്റെ സ്വന്തം ആൾക്കാരുടെ അരികിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവള് പിന്നെ അടുത്ത വചനം പറയാണ്, അവൾ അവനെ പ്രണമിച്ചു. അവന്റെ കാൽപാദത്തിൽ കെട്ടി വീണ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ വന്ന് അവളെ ശാസിക്കാനായിട്ട് പോകുമ്പോ കർത്താവ് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ആ വന്ന പെണ്ണിനെ ഒരു പട്ടിയുടെ പരിഗണന പോലും കൊടുത്തില്ല. പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ അവിടെ ഇരുന്നു കൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. കാരണം എന്താണ്? അവളുടെ മകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ആ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് സഹിക്കവയ്യാതെ പല വൈദ്യന്മാരുടെ അടുത്ത് അവൾ പോയിട്ടുണ്ടാകാം. അവിടെയൊന്നും ഫലം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ അവിടെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഈശോ അവളെ ചേർത്ത് പിടിക്കുമെന്നും അവിടെ കുഞ്ഞിന്റെ രോഗത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ അവൾ വിശ്വസിച്ചു. പക്ഷെ അവിടെ വിശ്വാസം തകിടം മറിയാണ്. ഇവിടെ അവൻ മൈൻഡ് ചെയ്തില്ല, അവളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ ആ കാൽപാദത്തിരുന്നു കൊണ്ട് പറയാണ്, യജമാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചില് കൊണ്ട് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ. അവൾ പറയാണ്, അങ്ങയുടെ ഇഷ്ടപ്പെട്ടവർക്കും അങ്ങയുടെ സ്വന്തക്കാർക്കും കൊടുത്തതിന് ശേഷം മിച്ചമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉള്ളവൾക്ക് തന്നാൽ മതി. അവിടെ വിശ്വാസം കർത്താവിനെ പുളകിതനാക്കി. അവിടെ നിന്നവർക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറി. കാര്യം
ആ പെണ്ണിനോട് വിളിച്ചിട്ട് പറയാണ്, മകളെ, നിന്റെ ആഗ്രഹം ഇതാ സഫലീകരിച്ചിരിക്കുന്നു, നീ ധൈര്യമായിട്ട് പോകുക, നിന്റെ മകള് അവിടെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പെൺകൊച്ചിന്റെ വിശ്വാസം പതറിപ്പോയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 യുവാക്കള്, ശദ്രാക്ക്, മെഷാക്ക്, അബ്ദിനഗോ, ഈ 3 യുവാക്കളെ എന്താണ്, ഈ 3 യുവാക്കള് നബൂഖദ്നേസർ ഉണ്ടാക്കിയ ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാഞ്ഞതിന്റെ പേരിൽ അവരെ അഗ്നികുണ്ഡത്തിൽ എറിയാൻ തീരുമാനിച്ചു. അവരെ വിളിച്ചു, ന്യായസ്ഥാനത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അവരെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തു, നീ നബൂഖദ്നേസറിന്റെ രൂപത്തിന്റെ മുട്ടിൽ മടങ്ങുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിലല്ലാതെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിന് മുമ്പിലല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ മുട്ടുമടക്കില്ല. അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നബൂഖദ്നേസർ ബാല്യക്കാരെ വിളിച്ചിട്ട് 7 മടങ്ങ് തീ കൂട്ടി. സാധാരണ കവിഞ്ഞ് 7 മടങ്ങ് തീ കൂട്ടുമ്പോ അവരെ ഭയപ്പെടുത്തുകയാണ്. ആ തീക്കുണ്ടത്തിലേക്ക് ഇവരെ എടുത്തിടാനായിട്ട് ആ തീക്കുണ്ടത്തെ സമീപിക്കുന്ന പല ഭടന്മാരുമോട് പിടഞ്ഞു മരിക്കുന്നുണ്ട്. അത്രയ്ക്ക് മാരകമായ രീതിയിൽ അതിന്റെ ആ ശക്തി കൂട്ടിയപ്പോ ഇവര് 3 പേരെ എടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. തീക്കുണ്ടത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് പല പ്രാവശ്യം അവരെ പ്രലോഭനങ്ങൾ കൊടുത്തപ്പോ അവര് നബൂഖദ്നേസറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ആ യുവാക്കളുടെ വിശ്വാസം നമ്മൾ കാണണം. ആ യുവാക്കളുടെ വിശ്വാസം നമുക്ക് മാതൃകയാകണം. അവർ പറഞ്ഞു, ഈ തീക്കുണ്ടത്തിൽ കിടന്ന് പെടഞ്ഞു മരിക്കുകയാണ് ഞങ്ങളുടെ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോട് ഞങ്ങൾ കാട്ടിയ അവിശ്വസ്തതയ്ക്ക് ഇതിന് ശിക്ഷയായിട്ട് ഞങ്ങൾ കണക്കായിക്കൊള്ളാം. എന്നാലും നബൂഖദ്നേസറേ, നിന്റെ ബിംബത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഞങ്ങൾ എവിടെയെങ്കിലും മുട്ടുമടക്കുന്നതിൽ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മാത്രമേ ഞങ്ങൾ മുട്ടുമടക്കൂ. അവൻ ഞങ്ങളെ തഴയില്ല, അവൻ ഞങ്ങളെ ഉപേക്ഷിക്കില്ല. എനിക്കൊരു പ്രശ്നം വന്നാൽ അവൻ എന്നെ കാത്തുപരിപാലിക്കുന്നവനാണെന്ന് ആ യുവാക്കൾക്ക് നല്ല വിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തില് ഇത് ആൾക്കാരെല്ലാം കൂടി നിൽക്കുമ്പോ ഇവരെ 3 പേരെടുത്ത് തീക്കുണ്ടത്തിൽ എറിഞ്ഞു. തീക്കുണ്ടത്തിൽ എറിഞ്ഞപ്പോ രാജാവ് നോക്കുമ്പോ എണ്ണിയപ്പോ 3 അല്ല 4-മതൊരാള്. രാജാവ് ചോദിച്ചു, എത്ര പേരെ എറിയാൻ പറഞ്ഞത്? 3 പേരെ. എത്ര പേരെ എറിഞ്ഞു? 3 പേര്. ഇപ്പൊ എത്ര പേരുണ്ടോ നോക്കൂ. അവര് നോക്കുമ്പോ 4 പേര്. ചോദിച്ചു, 3 പേരെ എറിഞ്ഞു, ഇതാ 4-മൻ ആരാണ്? ഈ 4-മൻ ആരാണ്? എറിഞ്ഞവർക്കറിയില്ല. തീക്കുണ്ടത്തിൽ കിടന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പോലെ യുവാക്കള് ആനന്ദ നൃത്തം ചവിട്ടി അവരവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് 4-മൻ? ഈ 3 യുവാക്കളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അവൻ 4-മനല്ല, അവൻ ഞങ്ങൾക്കൊന്നാമനാണ്. ഹല്ലേലൂയ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നന്മയ്ക്കായി ഏകരക്ഷകൻ യേശു അല്ലാതെ അവനിൽ ശരണപ്പെടുന്ന, അവനിൽ വിശ്വാസം അർപ്പിക്കുന്ന ഓരോ മക്കൾക്കുമുള്ള അനുഗ്രഹമാണിത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു രോഗി, ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണാം. അവിടെ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു രോഗി. അന്ന് രക്തസ്രാവത്തെ ശാപമായിട്ട് കണ്ടിരുന്നപ്പോ കല്ലെറിഞ്ഞ് നഗര കവാടത്തിനും അപ്പുറത്തേക്ക് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഭർത്താവിടെ കൂടെ ഇല്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരാലും തഴയപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവള് താൻ ആരെന്നറിയപ്പെടാതിരിക്കാൻ അവള് തലവഴി തുണിയിട്ട് മൂടിക്കൊണ്ട് അവള് നേരെ കടന്നു വരികയാ. കടന്നു വന്ന് മിശിഹായെ അവള് സ്പർശിച്ചു. അവള് സ്പർശിച്ചു കഴിഞ്ഞപ്പോ ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? താൻ പിടിക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ ഈ നിമിഷം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നുള്ള ആ വലിയ ഒരു വേദനയോടുകൂടി ഭയന്ന് പറച്ച് അവൾ അങ്ങനെ നിൽക്കുമ്പോ പത്രോസ് പത്രോസിനോട് ചോദിച്ചു, ആരാ പത്രോസ് എന്നെ തൊട്ടേ? അപ്പൊ പത്രോസ് പറയുക, ഇത്രയും വലിയ ജനാവലി അങ്ങയുടെ ചുറ്റും നിൽക്കുമ്പോ അവരെല്ലാരും കൂടെ തിക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ ആരാ അങ്ങേ തൊട്ടതെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുക? പറഞ്ഞു, താൻ പിടിക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ വിറച്ച് നിൽക്കുമ്പോ ഈശോ വിളിച്ചു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ കേട്ടറിഞ്ഞ വിശ്വാസം, ആ കേട്ടറിവിന്റെ വെളിച്ചത്തിൽ അവൾ ഈശോയെ സമീപിക്കുമ്പോ അവള് ആ സൗഖ്യം അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ ആ സൗഖ്യത്തിൽ ജീവിക്കുകയാണ്. കാരണം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അരികിലെത്തിയാൽ എൻ്റെ രോഗത്തെ
അവിടുന്ന് ചവിട്ടി മെതിക്കും, ദൂരം വലിച്ചെറിയുമെന്ന് അവൾക്കറിയാം. സങ്കീർത്തനം 107:20 പറഞ്ഞു, അവിടുന്ന് വചനം അയച്ചവരെ സുഖപ്പെടുത്തി, അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ജ്ഞാനം 16:12 പറഞ്ഞു, മരുന്നോ ലേപന ഔഷധമോ ഇല്ല, എന്റെ വചനമാണ് നിന്നെ സൗഖ്യമാക്കുന്നത്. സൗഖ്യദായകനെ തൊട്ടാൽ അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു, അവൻ കണ്ടവരും അവനെ കണ്ടവരും രക്ഷ പ്രാപിച്ചു. ആ ബോധ്യമുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മുതൽ അതെനിക്ക് കിട്ടിയതായിട്ട് ഞാൻ പ്രഖ്യാപിക്കണം. 1 യോഹന്നാൻ 5:15 പറഞ്ഞു, നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നുവെന്ന് നിനക്കറിയാമെങ്കിൽ നീ ചോദിച്ചതൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അതിനായി നന്ദി സ്തുതിയും പറയുക. നീ ചോദിച്ചത് നിനക്ക് കിട്ടിയെന്നുള്ള ബോധ്യത്തോടെ നീ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകണം. അങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോ കർത്താവ് നിന്നെ തൊട്ടിരിക്കും. മക്കളെ, നിന്റെ വിശ്വാസം പതറിപ്പോകാം, പലരും നിന്നെ കുറ്റപ്പെടുത്താം. ഇനിയും ഈ ദൈവത്തെ വിളിക്കാൻ നാണമില്ലേ എന്ന് പലരും ചോദിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ജോബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ബൈബിൾ പറയാണ്, ജോബിനെ പോലെ സത്യസന്ധനും നീതിമാനുമായി ആരെങ്കിലും ഉണ്ടോ? ആ ജോബിനോട് പറയാണ്, ഇതാ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ, എല്ലാം നഷ്ടപ്പെട്ട് ജോബും ഭാര്യയും മാത്രം അവശേഷിച്ചു. ഉള്ള സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്താണ് അവസ്ഥ? അതായത് കൊണ്ടിരുന്ന വസ്ത്രം പോലും ഇല്ലാതെ കീറിയ ചാക്കുടുത്തുകൊണ്ട് മേലാസകലം പൊട്ടിയളിഞ്ഞ് വ്രണങ്ങളായിട്ടിരിക്കുമ്പോ ചൊറിച്ചിൽ സഹിക്കവയ്യാതെ കമ്പോട് കൊണ്ട്, വെയിലത്ത് കിടക്കുന്ന കമ്പോട്, പൊട്ടിയ ചട്ടിയുടെ കഷണം എടുത്ത് ആ മുറിവ് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോ ജോബിന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ്, ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ, ഇനിയും ഈ ദൈവത്തെ വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ ദൈവത്തെ വിളിച്ച ആ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിക്കും മനുഷ്യ. നമുക്ക് മരിക്കാമെന്നല്ല പെണ്ണ് പറഞ്ഞത്, താൻ പോയി മരിക്കേ. അപ്പോൾ ജോബ് പറയുന്ന ഒരു വാക്യമുണ്ട്. ജോബ് പറയുന്നത് എന്താണ്? ഈ മാംസം അഴുകി ഈ അസ്ഥി മാത്രം അവശേഷിച്ചാലും അസ്ഥിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എന്നിട്ട് ജോബ് തിരിച്ച് ഭാര്യയോട് ചോദിക്കാൻ, 2-ാം അധ്യായം, ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനത്തിൽ, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ വാരിക്കോരി തന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ഇടയ്ക്ക് ചെറിയ പോരായ്മകളൊക്കെ വന്നപ്പോ നീ ആ പോരായ്മകൾ മാത്രം ഉയർത്തിപ്പിടിക്കുക. നിനക്കൊണ്ടായ സൗഭാഗ്യങ്ങൾ നീ മറന്നുവോ? അവൻ എബ്രായ ലേഖനം 10:37 പറയുന്നു, വരുമെന്ന് പറഞ്ഞവൻ വരാതിരിക്കില്ല, അവൻ വരിക തന്നെ ചെയ്യും. നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അത് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തിന്റെ ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ശതാധിപന്റെ വിശ്വാസം ലൂക്കാ 7 ആ ശതാധിപന്റെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ആ ശതാധിപനോട് എന്താണ് പറഞ്ഞത്? ശതാധിപനോട് പറയുകയാണ്, ശതാധിപൻ വന്നിട്ട് ഇവിടെ പറയുമ്പോൾ കൂടെയുള്ളവരെ റെക്കമെൻഡേഷൻ ചെയ്യുക. ഇവൻ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് കാര്യം ചെയ്ത. അപ്പൊ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ കയറാനുള്ള യോഗ്യത എനിക്കില്ല, എന്നാലും നീ ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് കൽപ്പിച്ചാൽ ഭവനത്തിൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അബ്രഹാത്തിലേക്ക് മടങ്ങി വരാം. നമ്മളെ വിശ്വാസം പഠിപ്പിച്ച അബ്രഹാത്തിന്റെ അരികിലേക്ക് വരുമ്പോ, അബ്രഹാത്തിന് 100 വയസ്സെത്തിയപ്പോ സാറായ്ക്ക് 90 എത്തിയപ്പോഴാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത്. ആ കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞ് വളർന്നു വരുമ്പോ ഏതാണ്ട് 3-4 വയസ്സ് പ്രായമായിട്ടുള്ള കുഞ്ഞായപ്പോഴോ കർത്താവ്, ദൈവം അബ്രഹാത്തോട് പറയാണ്, നിന്റെ കുഞ്ഞിനെ ബലി കൊടുക്കുക. അബ്രഹാം പതറിയില്ല, മുഖത്തൊരു മാറ്റവും വരുത്തിയില്ല. ഇതാ കർത്താവേ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ചെയ്തത്? ആ രാത്രിയില് ഭാര്യ പോലും അറിയാതെ ബാല്യക്കാരോട് പറഞ്ഞ് കഴുതിക്ക് ചീനിയിടാൻ. കഴുതിക്ക് ചീനിയിട്ട് ബലിയർപ്പിക്കാനുള്ള വിറകും സജ്ജീകരിച്ച് ഭാര്യ ആ വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുന്ന നേരത്ത് ശബ്ദമുണ്ടാക്കാതെ വന്ന് അബ്രഹാം പിതാവ് ഒന്ന് അവിടെ കൈയെടുത്ത് മാറ്റിയിട്ട് ആ കുഞ്ഞിനെ ശബ്ദമുണ്ടാക്കാതെ എടുത്തുകൊണ്ടുവന്ന് താഴെ വന്ന് വാലിക്കാരോടൊപ്പം മോറിയ പർവ്വതത്തെ ലക്ഷ്യമാക്കി പോവുകയാണ്. മോറിയ പർവ്വതത്തേക്ക് നോക്കിക്കൊണ്ട് 3 ദിവസം ദൂരം അവർ യാത്ര ചെയ്യുമ്പോ അബ്രഹാം പിതാവ് ഒരിക്കൽ പോലും തന്റെ പൊന്നോമന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. തന്റെ പൊന്നോമന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. യെശയ്യാ പ്രവാചകൻ 49-ാം അധ്യായം 16, 17, 18 പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോടമ്മ കരുണ കാണിക്കാതിരിക്കുമോ? പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ സർവശക്തന്റെ കാരുണ്യമോർത്താൽ, പ്രിയപ്പെട്ടവരെ, അവൻ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ, അബ്രഹാം പിതാവ് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരുപക്ഷെ അദ്ദേഹം പതറിപ്പോയേക്കാം. വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞാ. ആ കുഞ്ഞിനെ മോറിയ പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തുമ്പോ ആ കഴുതയെ കൊണ്ടുവന്ന ബാല്യക്കാരെ അവിടെ നിർത്തി.
എന്നിട്ട് അബ്രഹാം പിതാവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അബ്രഹാം പിതാവ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുകയാണ്, ബാല്യക്കാരോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും പോയി ബലിയർപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരുമെന്ന്. ഞാൻ ബലിയർപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ ആ ബാല്യക്കാർ പക്ഷേ കുഞ്ഞിനെ തടസ്സപ്പെടുത്തിയേക്കാം, അവരാ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയേക്കാം, യജമാനത്തിയുടെ കയ്യിൽ കൊടുക്കാം. ഇതറിയാവുന്ന അബ്രഹാം അവർക്കൊരു സംശയം തോന്നാത്ത വണ്ണം അവരോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ കുഞ്ഞും ബലിയർപ്പിച്ചിട്ട് മടങ്ങി വരും. പിന്നെ ആ വിറകെടുത്ത് കുഞ്ഞിന്റെ ശിരസിൽ വെച്ച് ആ വിറകുമായിട്ട് അവർ നേരെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ മുകളിലെത്തി ആ കൊച്ചു കെട്ടി തലയിൽ നിന്ന് ഇറക്കിയ വിറക് എടുത്തു വെച്ച് അവർ ബലിപീഠം ഒരുക്കിയിട്ട് അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ കൊച്ചു ചോദിക്കുക, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? ഉൽപ്പത്തി 22:14 അബ്രഹാം പറയാണ്, കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രവർത്തിക്കും. അതേ മക്കളെ, അബ്രഹാത്തിന്റെ വിശ്വാസമാണ് ഇവിടെ. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രവർത്തിക്കും. പറഞ്ഞു തീർന്നതും കൊച്ചിനെ എടുത്ത് കൈയും കാലും കെട്ടി ഈ വിറകിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇലയിൽ നിന്ന് വാളൂരി വെട്ടാനൊങ്ങുമ്പോൾ അബ്രഹാം പ്രപഞ്ചത്തെ നടുക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സ്വരം, തൊട്ടുപോകരുത് കുഞ്ഞിനെ, നീ ശിരസുയർത്ത് നോക്കുക, മുൾപടർപ്പുകൾക്കിടയിൽ കുരുങ്ങിക്കിടപ്പുണ്ട് ബലിമൃഗം. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ തൊട്ട് ചാരത്ത് അനുഗ്രഹം കുരുങ്ങിക്കിടപ്പുണ്ട്. അബ്രഹാം പിതാവ് ആ ബലിമൃഗത്തെ എടുത്ത് കുഞ്ഞിന് പകരം ബലിയർപ്പിച്ചിട്ട് ഇറങ്ങി വരുന്ന അബ്രഹാമിന്റെ വിശ്വാസം. അതെ, എന്നെയും നിന്നെയും പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത ദൈവം, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുത് നിനക്ക് വേണ്ടി ഒരുക്കി തരുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ദൈവം നമ്മളെ പരിപാലിക്കുന്നവനാണെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടി നേടിത്തരുന്ന ദൈവം. ഫിലിപ്പിയർ 4:19 പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു കർത്താവ് വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നിന്റെ ആവശ്യം അറിയുന്നവൻ അല്പം മുമ്പ് വരില്ല മക്കളെ, ഒട്ടു വൈകത്തുമില്ല, തക്ക സമയത്ത് ഉത്തരമരളും. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവൻ നമുക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രത്യാശയിൽ നമുക്ക് വളരാം, ഈ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. പൂർവികർ നമുക്ക് കാട്ടിത്തന്ന പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ വിശ്വാസം, ജോഷുവയുടെ വിശ്വാസം, ഈ വിശ്വാസമൊക്കെ കാണുമ്പോൾ ഓർക്കണം, ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, അന്ന് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയാണ് യുദ്ധം. അങ്ങനെ അമോന്യരുമായിട്ടുള്ള യുദ്ധത്തില്, ഇസ്രായേൽ ജനം അമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ജോഷുവ പറയാണ് 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, സൂര്യൻ നോക്കി പറഞ്ഞു, സൂര്യ നീ ഗിദെയോൻ താഴ്വരയിൽ നിൽക്കുക. ചന്ദ്രൻ നോക്കി പറഞ്ഞു, നീ ഐലോൺ താഴ്വരയിൽ നനങ്ങാ നിൽക്കുക. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ ആ ശത്രു സൈന്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം വരെ സൂര്യൻ ചലിച്ചില്ല, ചന്ദ്രൻ അനങ്ങിയില്ല. സൂര്യ ചന്ദ്രന്മാർ മുഖാമുഖം നോക്കി നിന്ന ആ ദിവസം ജോഷുവയുടെ വാക്കിനെ മാനിച്ച ദൈവം നിന്റെ വാക്കിനെ മാനിക്കുന്ന ദൈവമാണ്. നിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ നിത്യം പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.